ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോയമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുക ലൂക്കാസ് സുവിശേഷം 24 അധ്യായം 32 തിരുവചനമാണ്. അവിടെ വചനം ഇപ്രകാരം പറയുന്നു: അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവർ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നമുക്കറിയാം, 2 ശിഷ്യന്മാര് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ജെറുസലേമിൽ നിന്നും എമാവുസിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. യേശുക്രിസ്തുവും അവരോടൊപ്പം സഞ്ചരിക്കുന്നു. പക്ഷെ അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നതിനാൽ അവർക്ക് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ ഒരു വലിയ സംഭാഷണം തന്നെ ഈ ഒരു പാസേജിനകത്ത് നൽകുന്നുണ്ട്. അവസാനം യേശുക്രിസ്തു അവരോട് തന്നെ കുറിച്ച് വിശുദ്ധ ലിഖിതത്തില് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പശ്ചാത്തലമാണിത്. അപ്പോഴവര് എത്തേണ്ട ഗ്രാമത്തോടടുത്തപ്പോൾ അവർ ഈശോനെ അവരുടെ കൂടെ താമസിക്കുവാനായിട്ട് നിർബന്ധിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകുകയാണ്. ആ സമയം അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോഴവർ സംസാരിക്കുന്നതാണ് ഈ പറയുന്ന ഈ വചനം. അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നുവെന്ന് അവരപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന, അതായത് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ പരിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുക. നമ്മുടെ ഈ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുക. നമ്മളുടെ ആത്മീയമായ കണ്ണുകൾ തുറക്കപ്പെട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ജീവന്റെ വചനമായ യേശുക്രിസ്തു തന്നെയായ വചനമാണ്. അപ്പോഴത് തിരിച്ചറിയുവാൻ, യേശുക്രിസ്തുവിനെ പരിപൂർണമായിട്ട് തിരിച്ചറിയുവാനുള്ള ഒരു കൃപ നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലൂടെയാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഒരു ജീവിതം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നോയമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട്, യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറണം. നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മൾ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ സഹോദരങ്ങളിൽ, അയൽക്കാരില് എല്ലാം അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള, അല്ലെങ്കിൽ കാണുവാനുള്ള ഒരു കൃപ ലഭിക്കും. നമുക്ക് പരിശുദ്ധ കുർബാനയോടും വചനത്തോടുമൊക്കെ ചേർന്ന് സഞ്ചരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.